നമ്മളിന്ന് മൈസൂർ ഒരു അമ്പലത്തിൽ നമ്മുടെ സ്കൂൾ വണ്ടി ഒന്ന് പൂജിക്കാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അമ്പലം. എൻ്റെ പുറകെ കാണുന്നില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ. ഈ കിടക്കുന്ന വണ്ടിയെല്ലാം പൂജിക്കാൻ വേണ്ടി വന്നതാണേ. ദേ ഈ കാണുന്ന അമ്പലം. ഇവിടുത്തെ എല്ലാ അമ്പലത്തിലും ഇതുപോലെ കുറേ പ്രതിമകളുടെ വർക്കുകളുണ്ട്. നാട്ടിൽ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും അമ്പലത്തിലൊക്കെ പോകാറുണ്ടെന്നല്ലാതെ എനിക്ക് പൂജകളെപ്പറ്റി ഒന്നും വലിയ ധാരണയൊന്നുമില്ല. പിന്നെ നീ ചുമ്മാ ഒന്ന് കൂടെ വന്നാൽ മതി, ബാക്കി കാര്യമൊക്കെ രവിയണ്ണം നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും വിളിച്ചുകൊണ്ട് പോയതാണ്. സംഭവം വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. കുറച്ച് പൂവും കാര്യങ്ങളുമൊക്കെ വണ്ടിയിൽ വെച്ച് അലങ്കരിക്കുക, ചന്ദനമൊക്കെ ഒന്ന് തേക്കുക. നമ്മൾ ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ അലങ്കരിക്കത്തില്ലേ, അതുപോലെ അലങ്കരിക്കുക. പിന്നെ അമ്പലത്തിൽ നിന്ന് താക്കോലൊന്ന് പൂജിച്ച് തരും, അത്രേ ഉള്ളൂ. ഈ വണ്ടിയുടെ പൂജ നടക്കുന്ന സമയത്ത് അവിടെ കുറേ പേര് കൊണ്ടുവന്ന് കോഴീനെയൊക്കെ കറുത്ത് കൊന്നു. ഇപ്പോഴും കോഴീനെയൊക്കെ കുരുതി കൊടുക്കുന്ന ഒരു അമ്പലമാണ് ഇത്. ഇവിടുത്തെ വിശ്വാസങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമുക്കവരെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല, അവർ കാലങ്ങളായിട്ട് വെച്ച വിശ്വാസങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പൂജ ഏകദേശം കഴിയാറായി. അപ്പോഴത്തെ രവിയണ്ണൻ തേങ്ങ അടിച്ചു. ശുഭം. ഇനിയിപ്പോൾ വണ്ടിയായിട്ട് നമുക്ക് പോകാം.